നമസ്കാരം. കേരളത്തോടുള്ള കേന്ദ്രത്തിൻ്റെ വഞ്ചനയ്ക്ക് കഴിഞ്ഞ BJP സർക്കാരോളം തന്നെ പഴക്കമുണ്ട്. കഴിഞ്ഞു പോയ 2 സർക്കാരോളം പഴക്കമുണ്ട്. നമുക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു പ്രശ്നമായിരുന്നു ചൂരൽമല മുണ്ടക്കി ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളോട് കേന്ദ്രം കാണിച്ചിട്ടുള്ള അവഗണന. പഞ്ചാബുകാർ ഹിമാചൽ പ്രദേശും 1500 1600 കോടിയും കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് അവിടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് അത്രയും തുക അവരെ കൊടുത്ത് ആനന്ദിപ്പിക്കുമ്പോൾ, നമ്മൾ ഇതിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര മന്ത്രാലയത്തിനൊക്കെ ഇങ്ങനെ കത്തയച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ടും നമുക്ക് ഒരു പട്ടിയുടെ വില പോലും തരാത്തവരാണ് കേന്ദ്ര സർക്കാർ എന്ന് നമുക്ക് പറയേണ്ടി വരും. നമുക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് കിട്ടുന്ന സാഹചര്യത്തിൽ അതുപോലും തടസ്സപ്പെടുത്തി. നമുക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് വരാൻ പാടില്ല എന്നുള്ള തരത്തിലേക്ക് കേന്ദ്ര സർക്കാർ അതിന് പോലും തടസ്സം നിന്നു. അങ്ങനെ ഒരു ദുരന്തമുണ്ടായ സമയത്ത് ആ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതിന് പകരം അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ അമിത്ഷാ പറഞ്ഞ എന്താണ്, ഞങ്ങൾ വേണ്ട നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് കൊടുത്തിരുന്നു, അവർ ആ നിർദ്ദേശം മൈൻഡ് ചെയ്തില്ല എന്ന പച്ച നുണ പ്രചരിപ്പിച്ചു സഭയിൽ. അതായത് കേരളമാണ് ഈ ദുരന്തത്തിന്റെ പ്രധാന കാരണക്കാർ എന്ന് വരുത്തി തീർത്തു. എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോഴേക്ക് നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുന്നു. നമ്മുടെ ചോരൽമലയിലും മുണ്ടക്കയിലും അടക്കം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഹെലികോപ്റ്ററിൽ കറങ്ങുന്നു, അവിടെ വന്ന് കാണുന്നു, കണ്ടിട്ട് പോകുന്നു, കുട്ടികളുമായി കെട്ടിപ്പിടിക്കുന്നു, അവരുമായി സൗഹൃദ സംഭാഷണം നടത്തുന്നു. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും ജനങ്ങളുടെ മനസ്സിൽ അപ്പോഴും ഒരു ചിന്തയുണ്ടായിരുന്നു, നരേന്ദ്രമോദി അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കൈ അയച്ച് സഹായിക്കും എന്നുള്ളത്. ഒന്നും ഉണ്ടായില്ല. ആ കാഴ്ചയും കടന്നിട്ട് ഒരു ഡിസാസ്റ്റർ ടൂറിസ്റ്റ് എന്ന് സ്വരാജ് പ്രധാനമന്ത്രിയെ വിളിക്കുകയുണ്ടായി. ദുരന്ത ഭൂമിയിലെ വിനോദയാത്രക്കാരൻ. അങ്ങനെ ദുരന്ത ഭൂമിയിൽ വിനോദയാത്ര നടത്തിയതിനു ശേഷം നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി ഒരു ഉളുപ്പുമില്ലാതെ തിരികെ അങ്ങ് പോയി. അതിനുശേഷം കേരളത്തിന് കിട്ടേണ്ടതായിട്ടുള്ള യാതൊരു ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ സുരേഷ് ഗോപി ഇവിടെ ഒരു വയനാട് മാസ്റ്റർ പ്ലാൻ അങ്ങോട്ട് അവതരിപ്പിച്ചപ്പോൾ ആ മാസ്റ്റർ പ്ലാനിനകത്ത് കൃത്യമായി സുരേഷ് ഗോപിയുടെ പോയി ചോദിക്ക് സംസ്ഥാനത്തോട് എന്നാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരായിട്ട് ആട്ടിയത്. കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുന്ന സുരേഷ് ഗോപി. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഇവിടെ മുസ്ലിം ലീഗ് ആണെങ്കിലും യൂത്ത് ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും വയനാട്ടിൽ നിന്ന് മാത്രം ജയിച്ചു പോയ MP ആയിട്ടുള്ള രാഹുൽ ഗാന്ധി ആണെങ്കിലും എല്ലാവരും, എന്തിന് CPM ആണെങ്കിലും DYFI ആണെങ്കിലും ഏതൊരു രാഷ്ട്രീയ സംഘടന എടുത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും അവരെല്ലാവരും ചൂരൽമല മുണ്ടക്കി ഉരുൾപൊട്ടലിന് വേണ്ടി ഒന്നുകിൽ വാഗ്ദാനമെങ്കിലും നടത്തിയിട്ടുണ്ടായിരുന്നു. വാഗ്ദാനമെങ്കിലും എന്ന് ഞാൻ പറഞ്ഞ യൂത്ത് കോൺഗ്രസിനെ ഉദ്ദേശിച്ചിട്ടാണ്, യൂത്ത് കോൺഗ്രസിനെ ലീഗിനെയും കോൺഗ്രസിനെ ഉദ്ദേശിച്ചിട്ടാണ്. വാഗ്ദാനമെങ്കിലും നടത്താൻ അവരെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അതേസമയം BJP എടുത്ത സ്റ്റാൻഡ് എന്താണ്? BJPയുടെ ഒരു മുൻ MLA ഉണ്ടായിരുന്നു, ഗ്യാൻദേവ് അഹൂജ എന്ന് പറയുന്ന ഒരാൾ. പുള്ളി എന്താണ് അന്ന് ആ സംഭവത്തെക്കുറിച്ച് പറഞ്ഞത്? അതായത് നമ്മുടെ കേരളത്തിൽ ഗോവധം നടക്കുന്നതിൻ്റെ പ്രശ്നമാണ്, ഗോവധം നടക്കുന്നതിനുണ്ടാകുന്ന തിരിച്ചടിയാണ് നമുക്ക് നേരിട്ട ഈ ഒരു ബുദ്ധിമുട്ട് എന്നാണ് പറഞ്ഞത്. കേരളത്തിൽ നമ്മൾ, അതായത് CPM ഭരിക്കുന്ന കേരളം പോലെ ഒരു സംസ്ഥാനത്ത് നമ്മൾ തലങ്ങും വിലങ്ങും പശുക്കളെ കൊന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്തേക്ക് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതിയുള്ള ലോകത്തേക്ക് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതിയുള്ള ഒരു രാജ്യമാണ് നമ്മുടേതെന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അവിടെ എന്താണ് പറയുക, എന്താണ് നമ്മുടെ രാജ്യത്ത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ പശുക്കളെ കൊന്നൊടുക്കുന്നു. അതിന് ദൈവം തന്ന ശിക്ഷയാണ് ഈ പ്രളയം, ഈ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞ ഗ്യാൻദേവ് അഹൂജ എന്ന് പറയുന്ന ഒരു മുൻ MLA കുറിച്ച് നമ്മൾ ഓർക്കണം. അദ്ദേഹം BJP-കാരനാണ്. അപ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ ഒരു പൊതുധാരയിലേക്ക് അല്ലെങ്കിൽ പൊതു ചിന്തയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കാൻ പറ്റുവരെ. അഹൂജയെ പോലെ തന്നെയുള്ളവരാണ് എല്ലാ BJP-കാരും നമ്മൾ ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ടാണല്ലോ പിന്നെ കേരളത്തിൻ്റെ ഒരു MP എന്ത് ചെയ്ത്, കേരളത്തിൻ്റെ MP അല്ല, കേരളത്തിൻ്റെ 2 കേന്ദ്രമന്ത്രിമാരുണ്ട്, എന്ത് ചെയ്തു അവർ? പോട്ടെ, ഒരു വെറും വാ കൊണ്ട് ഒരു വാഗ്ദാനമെങ്കിലും ഞങ്ങൾ വേണ്ട ഒരു 5 വീട് വെച്ച് തരാം എന്ന് എങ്കിലും നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു BJP-കാരൻ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കേന്ദ്രമന്ത്രിമാർ 2 പേരുണ്ടായിരുന്നു. പോട്ടെ, ഒരു മതിൽ കെട്ടിക്കൊടുക്കാവുന്ന, ഒരു കല്ലിറക്കി കൊടുക്കാവുന്ന പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പോട്ടെ, ഒരു നേരം കുടിച്ച് വെള്ളം മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. 2 കേന്ദ്രമന്ത്രിമാരുള്ള ഒരു സംസ്ഥാനമാണ് നമ്മളുടേത്. ആ കേന്ദ്രമന്ത്രിമാർക്ക് ആർക്കും മിണ്ടാട്ടമില്ലെന്നേ. എന്നിട്ട് ഏറ്റവും ഒടുവിൽ അവർ പറഞ്ഞു വരുത്തിയ എന്താ, CMDRF-ലേക്ക് പൈസ കൊടുക്കരുത്.
കേരളത്തിന് അവിടെ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഫണ്ടിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് ഒരു നയാ പൈസ പോലും സംഭാവന കൊടുക്കരുത് എന്ന് പറഞ്ഞു നടക്കുകയായിരുന്നു ഈ BJP-ക്കാർ. എന്നിട്ട് BJP-ക്കാർ എന്തെങ്കിലും ചെയ്തോ? ഇപ്പോൾ ഇത്രയും പറഞ്ഞു വന്നതിൻ്റെ കാരണമുണ്ട്. പറഞ്ഞു വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, കോടതിയുടെ മുന്നിൽ കേന്ദ്ര സർക്കാർ, അതായത് ഹൈക്കോടതിയുടെ മുമ്പിൽ കേന്ദ്ര സർക്കാർ തുണി ഉരിഞ്ഞതുപോലെ നിൽക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ? അതായത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ പാവപ്പെട്ട ഒരു വിഭാഗം ആളുകളുടെ കടം എഴുതിത്തള്ളുന്നതുമായി, വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെയായി കഴിഞ്ഞ ഓഗസ്റ്റ് 13-ാം തീയതിക്ക് മുൻപായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കണമെന്നായിരുന്നു കേരള ഹൈക്കോടതി പറഞ്ഞിരുന്നത് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ട ടൈം കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 13-ാം തീയതിയായിരുന്നു. എന്നിട്ടും മിണ്ടിയില്ല. ഇപ്പൊ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾക്ക് കൂടുതൽ സമയം വേണം കേന്ദ്ര സർക്കാരിന്. അപ്പൊ എക്സ്പെൻഡിച്ചർ മന്ത്രാലയം ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഏകദേശം 300ഓളം വരുന്ന ജനങ്ങൾ മരണപ്പെട്ടു പോയ ഒരു വലിയ ദുരന്തം നമ്മുടെ കേരളത്തിലുണ്ട്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോട്ടെന്ന് വയ്ക്കാം, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടെന്നേ നിങ്ങൾ. എന്നിട്ട് അവിടെ അവർക്ക് അവരുടെ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട, അവരുടെ എന്താ പറയുക, ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോയ, അവരുടെ എല്ലാ വസ്തുവകകളും, ഒരു പുരുഷായുസിന്റെ സമ്പാദ്യം മുഴുവൻ ഉരുള് കവർന്നുകൊണ്ട് പോകുന്നത് നിസ്സഹായതയോടുകൂടി നോക്കി നിൽക്കേണ്ടി വന്ന ഒരു പറ്റം ജനമുണ്ട്. അവരുടെ കടബാധ്യത എഴുതി തള്ളുന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനം എടുത്തിട്ടില്ല. കോടതി ഒരു തവണ ചോദിച്ചിരുന്നു, ഈ 1 വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ലേ എന്ന്. ഹൈക്കോടതി ചോദിച്ചൊരു ചോദ്യമാണ് കേന്ദ്രത്തിനോട്. ഇതുവരെ തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ പച്ചയ്ക്ക് മനുഷ്യനെ വഞ്ചിക്കുന്ന, പറ്റിക്കുന്ന സമീപനം. എന്നിട്ട് പിന്നെ നമുക്കറിയാമല്ലോ, ഇവിടെ ഒരു ബില്ല് കൊടുത്തു വിട്ടിരുന്നു. അവിടെ ദുരന്തബാധിത മേഖലയിൽ വന്ന് പ്രവർത്തിച്ചതിന് നമ്മൾ കൊടുക്കേണ്ട തുക ഇത്രത്തോളമാണ് എന്ന് പറഞ്ഞിട്ടൊരു ബില്ല് നമുക്ക് കൊടുത്തയച്ചപ്പോൾ അതും കോടതി തള്ളിക്കളഞ്ഞു. എന്തിനാണ് ഇങ്ങനെ ബില്ല് അയക്കുന്നത് എന്നുള്ള നിലയിലേക്ക്. കേരളത്തില് പ്രളയ കാലഘട്ടത്തിൽ വിതരണം ചെയ്ത അരിക്ക് പണം തിരിച്ചു ചോദിച്ച, അരിക്കാശി ചോദിച്ചവരാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ എന്ന് നമുക്കറിയാം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നമ്മളോട് ഭയങ്കരമായ ശത്രുതയുണ്ട് കേന്ദ്രത്തിന്. 2 കേന്ദ്രമന്ത്രിമാർ ഒരു പ്രയോജനമില്ല. ട്രോളന്മാർ പറയുന്ന പോലെ കേന്ദ്ര വാഴകൾ എന്ന് വിളിക്കേണ്ടി വരും അവരെ. ഇല്ലെങ്കിൽ അവരെ കൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനം? 2 കേന്ദ്രമന്ത്രിമാരെ കൊണ്ട് അവരെന്തെങ്കിലും ചെയ്തു തരുന്നുണ്ടോ? നമുക്ക് ഒന്നും ചെയ്തു തരുന്നില്ല. ഞാൻ സൂചിപ്പിച്ചോ, നമുക്കറിയാം പ്രളയ കാലഘട്ടത്തിൽ സേവാഭാരതിയുടെ പേരിൽ വെറുതെ ടാർപ്പ മാത്രം കെട്ടിയ ലോറി ഓടിച്ചിട്ടുള്ളവരാണ് ഈ സംഘപരിവാറുകാർ. ആ സമയത്ത് DYFIയും എന്തിനേറെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ യുവജന സംഘടനകളും പാർട്ടിക്കാരും എല്ലാവരും കൂടെ ചേർന്ന് എല്ലാ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആഹാരവും മരുന്നും ഒക്കെ വസ്ത്രവും ഒക്കെ എത്തിക്കുന്ന സാഹചര്യത്തിൽ വെറുതെ ടാർപ്പ കെട്ടിയ വണ്ടിയും സേവാഭാരതിയുടെ ബാനർ ഇട്ടിച്ചുകൊണ്ട് കേരളത്തിൽ തേങ്ങും വിലങ്ങും ഓടിച്ച് ജനങ്ങളെ പൊട്ടന്മാരാക്കിയവരാണ് ഈ പറയുന്ന സംഘപരിവാർ അല്ലെങ്കിൽ BJP-ക്കാരെന്ന് പറഞ്ഞാൽ. ഇതൊക്കെ ആയിരുന്നു പ്രളയകാലത്ത് നമ്മൾ കണ്ടതെങ്കിൽ പുതിയ ചില വിശേഷങ്ങളെയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്. പ്രളയമുഖത്ത് നിന്ന് നമ്മൾ, അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടലിൻ്റെ മുഖത്ത് നമ്മൾ കാണുന്നത്. ജനങ്ങളെ പച്ചയ്ക്ക് വഞ്ചിക്കുന്ന, നമ്മൾ കേരളത്തോട് ഇത്രയും അവഗണന കാണിക്കുന്നത്. എന്താ BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ മാത്രമേ കേരളത്തിന് എന്തെങ്കിലും ഗുണം ചെയ്യൂ എന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം. നമ്മളെ ഏത് തരത്തിലും കേരളത്തെ ബുദ്ധിമുട്ടിക്കുക. അങ്ങനെ ബുദ്ധിമുട്ടി ഏറ്റവും ഒടുവിൽ ഗതികെട്ട മലയാളി BJP ഇവിടെ വിജയിപ്പിച്ചാൽ മാത്രം ഈ പറയുന്ന ഉരുൾപൊട്ടലിനും അതോടൊപ്പം തന്നെ പ്രകൃതി ദുരന്തങ്ങൾക്കും എല്ലാം ഒരു പരിഹാരം കണ്ടെത്തി തരാൻ കഴിയൂ. എന്നിട്ട് സംസ്ഥാനത്തെ കുറ്റം പറയാണ്. സംസ്ഥാനത്ത് വിവിധ പദ്ധതികൾ ഇപ്പോൾ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ടൗൺഷിപ്പിൻ്റെ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. മാതൃകാ വീട് ജനങ്ങളെ കാണിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിട്ട് ചിലർ വന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. സർക്കാർ പിരിച്ചു വെച്ച പണം എന്ത് ചെയ്തു? സർക്കാർ പിരിച്ചു വെച്ച പണം അവിടെ ഒരു റീബിൽഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അത് മനസ്സിലാക്കുക. പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞ വീട് കിട്ടിയിട്ടില്ല, ഒരു വാഗ്ദാനമെങ്കിലും നമ്മുടെ സാധാരണക്കാർക്ക് കൊടുത്തല്ലോ, അത് തന്നെ ഭാഗ്യം.